പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ സ്വാഭാവിക മരണം സംഭവിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി അത് വിപുലീകരിക്കാൻ പോകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയിലാണ് ഈ വർഷം ദുബായ് നാഷണൽ ഇൻഷുറൻസും നെക്സസ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സും കൂടെ പങ്കാളികളായി ഇത് വിപുലീകരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് വിവരം. 69 വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഇതിൽ അംഗങ്ങളാകാൻ സാധിക്കും. വർഷം 32 ദിർഹമാണ് ഇതിൽ പ്രീമിയമായി നൽകുന്നത്. മരണമോ സ്ഥിരം ശാരീരിക വൈകല്യമുണ്ടാകുന്ന അപകടമോ സംഭവിച്ചു കഴിഞ്ഞാൽ 35,000 ദിർഹം വരെ ഈ ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി 12,000 ദിർഹം വരെയുള്ള ചെലവും ഈ ഇൻഷുറൻസ് കമ്പനി തന്നെ വഹിച്ചേക്കും. കഴിഞ്ഞ വർഷമാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇത്തരത്തിലൊരു പദ്ധതി പ്രവാസികൾക്ക് വേണ്ടി ആരംഭിക്കുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ചു കാലമായി പ്രവാസി മലയാളികളടക്കം നിരവധി ആളുകളാണ് അന്യനാട്ടിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നത്. വിദേശികളുടെ മരണസംഖ്യയിൽ വലിയ ഉയർച്ച തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ റിപ്പോർട്ടുകൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. 35 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഏകദേശം യുഎഇയിൽ മാത്രമായി താമസിച്ചു വരുന്നത്. ഇതിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ 6 ഗൾഫ് രാജ്യങ്ങളിലുമായി 63,000-ലധികം ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചില കണക്കുകൾ വ്യക്തമാക്കുന്നത്. 87 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട് എന്നും 2022 ഡിസംബർ 9 ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചിരുന്നു. ഇതിൽ യുഎഇയിൽ 45 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് താമസിക്കുന്നത്. ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ തൊട്ടുപിന്നിലുള്ളത് സൗദി അറേബ്യയാണ്. 24 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് ഇവിടെ ജോലിക്കും അല്ലാതെയുമായി എത്തിയിട്ടുള്ളത്. ഖത്തറിൽ 8 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണുള്ളത്. കുവൈറ്റിൽ 9 ലക്ഷത്തിലധികം പേരും ഒമാനിൽ 6 ലക്ഷത്തിലധികം ഇന്ത്യക്കാരും ജീവിച്ചു വരുന്നുണ്ട്. ബഹ്റൈനിൽ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം താരതമ്യേന കുറവാണെങ്കിൽ പോലും അവിടെയും ഇന്ത്യക്കാർ ഏകദേശം 3 ലക്ഷത്തിലധികം വരും എന്നുള്ളതാണ് കണക്കുകൾ. 1970-ൽ എണ്ണ വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള കുതിപ്പോടെയാണ് ഇന്ത്യൻ തൊഴിലാളികളുടെ ഗൾഫ് കുടിയേറ്റത്തിന് വലിയ വർധനവുണ്ടായത്. സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നത് അനുസരിച്ച് അങ്ങോട്ടുള്ള കുടിയേറ്റത്തിലും വലിയ വർധനവുണ്ടാകുകയായിരുന്നു. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഏറെ പ്രിയമായി മാറിയിരുന്ന ഒരു കാര്യം. നൈപുണ്യം ആവശ്യമില്ലാത്ത തൊഴിലുകളിൽ വളരെ തുച്ഛമായിട്ടുള്ള വേതനത്തിൽ ഇവർ ജോലി ചെയ്യും എന്നതായിരുന്നു ഇതിനൊക്കെ കാരണമായി മാറിയത്. നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന 70% ഇന്ത്യക്കാരും നിർമ്മാണ മേഖലകളിൽ തൊഴിലുകളോ സാങ്കേതിക വിദഗ്ധരോ ആയി അല്ലെങ്കിൽ വീട്ടുജോലിക്കൊക്കെ ആയിട്ട് എത്തുന്നവരാണ്. കഴിഞ്ഞ പതിറ്റാണ്ട് മുതൽ നൈപുണ്യവും ഉയർന്ന നൈപുണ്യമുള്ളവരുടെ ഗൾഫ് കുടിയേറ്റത്തിലും വലിയ വർധനമുണ്ടായിട്ടുണ്ട് എന്നാണ് ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായി വേതനം കിട്ടാത്തതും അധിക സമയം ജോലി ചെയ്യുന്നതും അലവൻസ് കിട്ടാത്തതും തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതും താമസ അവകാശ രേഖകൾ പുതുക്കി നൽകുന്നതും അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളാണ് പ്രവാസികളെ സംബന്ധിച്ച് നിലവിൽ വലിയ ഇന്ത്യൻ തൊഴിലാളികൾക്ക് വലിയ പ്രശ്നമായി അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിനിടയിൽ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള സ്വാഭാവിക മരണങ്ങളാണ്. നാട്ടിലേക്ക് കര കയറുന്നതിന് തൊട്ടു മുമ്പൊക്കെയാണ് പല പ്രവാസികളും ഈ ലോകത്തോട് വിട പറയുന്നത്. പലരിലും ഹൃദയാഘാതം ഉണ്ടാകുകയും അതിന്റെ പേരിൽ മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരെ നാട്ടിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നതൊക്കെ പലപ്പോഴും വലിയൊരു കടമ്പയായി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അത് കൂടുതൽ വിപുലീകരിക്കാൻ പോവുകയാണ്. എന്തായാലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം 2014-നും 2023-നും ഇടയിൽ 63,000-ലധികം ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികൾക്ക് അപകടത്തിന്റെ പേരിലൊക്കെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. 2020-ലാണ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ വെച്ച് പ്രവാസികൾക്ക് സംഭവിച്ചിരിക്കുന്നത്. 8,000-ലധികം ഇന്ത്യക്കാർക്കാണ് 2020-ൽ മാത്രം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതാണ് വിവരം. 2021-ൽ 7,000-ലധികം പേരും മരിച്ചിട്ടുണ്ട്. 2023-ൽ 6,000-ലധികം ഇന്ത്യക്കാർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. 2022-ൽ 6,159 തൊഴിലാളികൾക്കും 2018-ൽ 6,014 പേർക്കും 2016-ൽ 6,013 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഇനി അവരുടെ കുടുംബത്തിനൊരു ആശ്വാസം എന്നുള്ള രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുക, അവരുടെ മൃതദേഹം എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിക്കുക എന്നതൊക്കെ വലിയൊരു ചോദ്യമായി നിൽക്കുക.
സജ്ജമാക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന, പ്രവാസികളുടെ കുടുംബത്തിന് ഏറെ ആശ്വാസകരമാകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ഒരു ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതി യുഎഇയിൽ സ്വാഭാവിക മരണം സംഭവിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടുന്ന ഈ ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ശക്തമാക്കി വിപുലീകരിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കഴിഞ്ഞ വർഷം ആരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതി ഇത് ഈ വർഷം മുതൽ ദുബായ് നാഷണൽ ഇൻഷുറൻസും നെക്ലസ് ഇൻഷുറൻസും ഒക്കെ കൂടി ചേർന്ന് വലിയ വിപുലീകരണത്തിലേക്ക് സാധ്യമാക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ജീവനക്കാരെ ഇതിലേക്ക് ഉൾപ്പെടുത്താനാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 69 വയസ്സുവരെ പ്രായമുള്ളവർക്കൊക്കെ ഇതിൽ അംഗങ്ങളായി മാറാം എന്നുള്ളതാണ്. വർഷം 32 ദിർഹം പ്രീമിയം ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണിത്. മരണമോ സ്ഥിരം ശാരീരിക വൈകല്യം ഉണ്ടാകുന്ന അപകടമോ വിദേശങ്ങളിൽ നിന്നൊക്കെ സംഭവിച്ചു കഴിയുകയാണെങ്കിൽ 35,000 ദിർഹം വരെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ പദ്ധതി.